എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രക്കാർ കയറിയ സീറ്റിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. C6 കോച്ചിലെ യാത്രക്കാരൻ സീറ്റിലിരിക്കാൻ തുനിയുമ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ അണലിവർഗത്തിൽപ്പെട്ട ചത്ത പാമ്പിനെ കണ്ടത്. സംഭവത്തിൽ കടുത്ത അമർഷവുമായി യാത്രക്കാർ രംഗത്തെത്തിയതോടെ റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വളരെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനെത്തിയ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം ഭീതിജനകവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണ്. പ്രീമിയം ട്രെയിൻ എന്ന് അവകാശപ്പെടുന്ന വന്ദേ ഭാരതിലെ C6 കോച്ചിൽ അണലിവർഗത്തിൽപ്പെട്ട വിഷപ്പാമ്പിനെ കണ്ടെത്തിയ സംഭവം റെയിൽവേയുടെ ശുചീകരണ സുരക്ഷാ മേഖലയിലെ വൻ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എറണാകുളത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിനു വർഗീസും ഭാര്യയും 2 വയസ്സുമുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് ഈ ദാരുണ അനുഭവത്തിന് ഇരയായത്. എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യാനായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിലെ C6 കോച്ചിൽ കയറിയതായിരുന്നു ഇവർ. വണ്ടി പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് സീറ്റിലിരുന്ന വിനു വർഗീസ് തൊട്ടടുത്ത സീറ്റിൽ എന്തോ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് വിറങ്ങലിച്ച് കിടക്കുന്ന അണലിപ്പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. പാമ്പിന്റെ ശരീരത്തിന് മുകളിൽ ഭാരമുള്ള എന്തോ അമർന്നതാണ് മരണകാരണമെന്ന് കരുതപ്പെടുന്നു. തങ്ങൾക്ക് മുൻപിൽ സീറ്റിൽ കയറിയ മറ്റൊരു യാത്രക്കാരൻ ഇത് വെറുമൊരു പ്ലാസ്റ്റിക് കളിപ്പാട്ടമാണെന്ന് കരുതി ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു. ഇത്രയും വലിയ തുക നൽകി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് സീറ്റിലിരിക്കുക? പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്നിട്ടല്ലെന്ന് വ്യക്തമാണെന്ന് കടുത്ത അമർഷത്തോടെ വിനു വർഗീസ് പ്രതികരിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇദ്ദേഹം റെയിൽവേയുടെ റെയിൽ മദത് പോർട്ടൽ വഴി ഔദ്യോഗികമായി പരാതി നൽകുകയും തുടർന്ന് റെയിൽവേ ജീവനക്കാരെത്തി പാമ്പിനെ സീറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയുമായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രീമിയം സർവീസുകളിൽ ഒന്നായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ശുചീകരണത്തിലും പരിപാലനത്തിലും സംഭവിച്ച ഗുരുതരമായ അനാസ്ഥയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. കോച്ചുകൾ അത്യന്തം സുരക്ഷിതമായി യാത്രക്കാർക്ക് കൈമാറുന്നുവെന്ന റെയിൽവേയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ചേർന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അടുത്ത സർവീസിന് മുന്നോടിയായി എറണാകുളത്ത് വെച്ച് നിർബന്ധിത ശുചീകരണത്തിനും പരിശോധനകൾക്കും വിധേയമാക്കിയിരുന്നു. VIP കോച്ചുകൾ ഉൾപ്പെടെയുള്ള വന്ദേ ഭാരതിലെ ഓരോ സീറ്റും കോച്ചുകളും വൃത്തിയാക്കേണ്ട ചുമതല റെയിൽവേ നിയോഗിച്ച പ്രത്യേക കരാർ ശുചീകരണ ജീവനക്കാർക്കാണ്. എന്നാൽ സർവീസിന് തയ്യാറാക്കി നിർത്തിയിരുന്ന ട്രെയിനിൽ യാത്രക്കാർ കയറിയപ്പോൾ സീറ്റിൽ തന്നെ വൻ വിഷപ്പാമ്പ് കിടന്നത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പരിശോധന വീഴ്ച തന്നെയാണ്. സംഭവം വിവാദമായതോടെ ശുചീകരണ സമയത്ത് തങ്ങൾ പാമ്പിനെ കണ്ടിരുന്നില്ലെന്ന ന്യായീകരണവുമായി റെയിൽവേ ശുചീകരണ തൊഴിലാളികൾ രംഗത്തെത്തി. ജീവനക്കാരുടെ ഈ മൊഴി ഉത്തരവാദിത്തത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണെന്ന കടുത്ത അമർഷത്തിലാണ് യാത്രക്കാർ. ശുചീകരണം കഴിഞ്ഞെന്ന് ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ കോച്ചിലെ സീറ്റിൽ അണലിപ്പാമ്പ് എങ്ങനെ എത്തി എന്നതിനെ ചൊല്ലി റെയിൽവേ അധികൃതർക്കിടയിലും കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. വൻതുക ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന വന്ദേ ഭാരത് പോലെയുള്ള സർവീസുകളിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൽ യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇത്രയും പണം നൽകി യാത്ര ചെയ്യുമ്പോൾ അടിസ്ഥാന സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരാതിക്കാരനായ വിനു വർഗീസ് ചോദിക്കുന്നു. സംഭവത്തിൽ ജീവനക്കാർ മാപ്പ് പറഞ്ഞ് ഒഴിവാൻ ശ്രമിച്ചെങ്കിലും യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു. വന്ദേ ഭാരത് സർവീസുകളിലെ ശുചീകരണ നിലവാരത്തെയും സുരക്ഷാ പരിശോധനകളെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവം. റെയിൽവേയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ജീവനക്കാരുടെ വീഴ്ച തെളിഞ്ഞാൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.